അടിനാശം വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ അത് തന്നെ എന്താ പറയുന്നത്, ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൈവിട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്നത് മൊത്തം അടിനാശം വെള്ളപ്പൊക്കം അവിടെ എന്നൊക്കെ പറയുന്ന ഒരു നാട്ടും ഒരു പ്രയോഗമാണ്. ടോട്ടൽ കാവസ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അതാണ് പടം അങ്ങനെ തന്നെയാണ്. ഓട്ടം ചാട്ടോ അടി ഇടിയും ബഹളമാണ്. ഇതിലും ഒരു കോളേജും ക്യാമ്പസും കുട്ടികളും അങ്ങനെ ഒരു ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. അതായത് ഇത് മറ്റേത് ആർട്സ് കോളേജ്, അടികപ്പിയാറിലെ ആർട്സ് കോളേജ് ആണെങ്കിൽ ഇതിനകത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു 4 പയ്യന്മാരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയാണ്. കോമഡി സിനിമയ്ക്ക് ഒരു മീറ്ററുണ്ട്. മീറ്റർ പിടിച്ച് അത് കറക്റ്റ് മീറ്ററിൽ പോയില്ലെങ്കിൽ അത് വലിയ വിഷയമാണ്. അപ്പോൾ അത് എഴുതുമ്പോൾ നമ്മൾ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ആക്ടേഴ്സിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ തന്നെ അവരുടെ പെർഫോമൻസ് അത് കൊണ്ടുപോകും. നമ്മൾ എഴുതി വെച്ചാൽ ചിലപ്പോൾ അതിന് മേൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ്. അപ്പോൾ ആ ചലഞ്ച് ഉണ്ട്. അതെന്ന് വെച്ചാൽ എന്താ കോമഡി വർക്കൗട്ട് ആവും. അതാണ് അതിൻ്റെ ഒരു കോമഡി ഏറ്റവും വലിയ ചലഞ്ച്. സംവിധായകൻ AJ വർഗീസ് അഥവാ ജോൺ വർഗീസ്, കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ അടികപ്പ്യാരെ കൂട്ടമണിയുടെ സംവിധായകൻ. ഹലോ. അടിനാശം വെള്ളപ്പൊക്കം, അതായത് അടികപ്പ്യാരെ കൂട്ടമണി ഇറങ്ങിയത് 2015 ഡിസംബറിലാണ്. 10 വർഷത്തിന് ശേഷം വേറൊരു സിനിമയായിട്ട്. അതിനിടയ്ക്ക് ഉറിയടി ചെയ്തു. പക്ഷെ AJ വർഗീസ് അല്ല, ജോൺ വർഗീസ് എങ്ങനെ AJ വർഗീസ് ആയത്? അല്ല, എൻ്റെ മുഴുവൻ പേര് അരുൺ ജോൺ വർഗീസ് എന്നാണ്. ഇഷ്ടംപോലെ അരുൺമാരുണ്ടല്ലോ സ്കൂളിലും കൂടെ. എല്ലാവരും വർഗീസ് വർഗീസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കപ്പ ഇറങ്ങിയ സമയത്ത് എന്തോ ആ സമയത്ത് അങ്ങനെ ജോൺ വർഗീസ് അങ്ങനെ തോന്നി. പിന്നെ ഓക്കെ വർഗീസിലേക്ക് തന്നെ തിരിച്ചു പോകാന്നുള്ള രീതിയിൽ എല്ലാവരും വിളിക്കുന്നത് അറിയുന്നതെല്ലാം വർഗീസ് എന്നാണ്. ഓ, അങ്ങനെ ഇതിൽ AJ വർഗീസ് ആയി. AJ വർഗീസ് ഉറപ്പിച്ചു. ഉറിയടി വന്നപ്പോ എന്തായിരുന്നു? AJ വർഗീസ് ആയിരുന്നു. ഓക്കെ. പറഞ്ഞ പോലെ 10 വർഷത്തിന് ശേഷം അടിനാശം വെള്ളപ്പൊക്കം. ഈ അടി എന്നുള്ള പേര് നിങ്ങൾക്ക് ഒരു കോമൺ ആണോ? അത് മനഃപൂർവ്വം ഇടുന്നതല്ല, അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ്. അടികപ്പേരെ കൂട്ടമണി ആയാലും ഉറിയടി ആയാലും അടിനാശം വെള്ളപ്പൊക്കം തൽക്കാലം ഇപ്പം ഈ 3 കൊണ്ട് നിർത്തുകയാണ്. ഒന്നുമല്ല, അത് അടികപ്പേരെ കൂട്ടമണി എല്ലാം ഒരു നാട്ടിൻ ഒരു പ്രയോഗങ്ങളാണ്. അടികപ്പേരെ കൂട്ടമണി ആയാലും അടിനാശം വെള്ളപ്പൊക്കമായാലും. അപ്പോൾ ഫസ്റ്റ് പടം ചെയ്ത സമയത്ത് ഒരു ടൈറ്റിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മൾ വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു ടൈറ്റിൽ വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈറ്റിൽ ഞാൻ എൻ്റെ തന്നെ വേറൊരു സബ്ജക്റ്റിന് വെച്ചിരുന്ന ഒരു ടൈറ്റിലായിരുന്നു. അല്ല, അടികപ്പേരെ കൂട്ടമണി. അപ്പോൾ പക്ഷേ അതുപോലെ ഒരു പക്ക ഒരു സ്ലാപ്സ്റ്റിക് ഒരു കോമഡി സാധനമായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ഈ അടികപ്പേരെ പടത്തിന്റെ എഴുത്തും കാര്യങ്ങളിലൊക്കെ പോയി നല്ലൊരു ടൈറ്റിൽ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെ പിന്നിരുന്ന് ചിന്തിച്ചപ്പോഴാണ് എല്ലാവരോടും ഫ്രണ്ട്സ് എല്ലാവരും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഓക്കെ എന്തുകൊണ്ട് ഇതിട്ടൂടാ അടികപ്പേരെ. ഈ പേര് എല്ലാവർക്കും അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഈ പേര് അടികപ്പേരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇതിട്ടൂടെ, കാരണം അത് കറക്റ്റാണ്, പടത്തിനും മാച്ച് ചെയ്യുന്നതാണ്, ക്യാച്ചി ആയിട്ടുള്ള പേരാണ്. അങ്ങനെ പിന്നെ അത് ഓക്കെ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പടമാണ്, ഒരു തരത്തിലുള്ള ഒരു ഇതും പാടില്ല, എല്ലാം അടിപൊളി സാധനങ്ങൾ തന്നെ കൊടുക്കണം എന്നുള്ള രീതിയിൽ പിന്നെ ഓക്കെ അങ്ങനെ അടികപ്പേരെ കൂട്ടമണി ഇട്ടു. പക്ഷെ അത് ഭയങ്കരമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു, ഹിറ്റായി പോയി. പിന്നെ അടുത്ത് ഉറിയടി എന്ന് പറഞ്ഞതും, ഉറിയടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉറിയടി എന്നല്ലായിരുന്നു പേരിട്ടത്. അത് കഥ ഒരു ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന ഒരു സിനിമയാണ്. ആ സമയത്തൊക്കെ ഓണപരിപാടികളുണ്ട്. ആ സമയത്ത് നടക്കുന്ന ഒരു ഇൻസിഡന്റിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയൊക്കെ ഉറിയടി. അപ്പൊ അങ്ങനെ ആദ്യം അതിന് വേറൊരു പേരായിരുന്നു ഇട്ടിരുന്നത്. അത് വെച്ച് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് എന്താ പറഞ്ഞു കുറച്ചുകൂടെ ഒരു കമേഴ്ഷ്യൽ പേരിലേക്ക് വരണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഇപ്പോൾ ഓണമുണ്ട്, ഓണാഘോഷമുണ്ട്, അങ്ങനെ ഉറിയടി മത്സരങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ എന്നാൽ ഉറിയടി ഉണ്ട്, ഉറിയടി എന്ന് വെക്കാം, അതിനകത്ത് തന്നെ അടിയുണ്ട്, അങ്ങനെയൊക്കെ ഓക്കെ ഫിക്സ് എന്നുള്ള രീതിയിലാണ് വെച്ചത്. പിന്നെ ഓക്കെ ഇതിന് ആദ്യമായിട്ട് അടിനാശം വെള്ളപ്പൊക്കം എന്ന് തന്നെ ആയിരുന്നു. അടിനാശം വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ അത് തന്നെ എന്താ പറയുന്നത്, ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൈവിട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്നത് മൊത്തം അടിനാശം വെള്ളപ്പൊക്കം അവിടെ എന്നൊക്കെ പറയുന്ന ഒരു നാട്ടും ഒരു പ്രയോഗമാണ്. ടോട്ടൽ കാവസ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അതാണ് പടം അങ്ങനെ തന്നെയാണ്. ഓട്ടം ചാട്ടോ അടി ഇടിയും ബഹളമാണ്. ഇതിലും ഒരു കോളേജും ക്യാമ്പസും കുട്ടികളും അങ്ങനെ ഒരു ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. അതായത് ഇത് മറ്റേത് ആർട്സ് കോളേജ്, അടികപ്പിയാറിലെ ആർട്സ് കോളേജ് ആണെങ്കിൽ ഇതിനകത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു 4 പയ്യന്മാരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയാണ്. എന്നാൽ ഫുൾ ക്യാമ്പസ് സ്റ്റോറി അല്ല, കപ്പിയാർ പോലെ ഹോസ്റ്റൽ ബേസ്ഡ് നടക്കുന്നതല്ല. ഇത് കോളേജ് ഒരു കേന്ദ്രമായിട്ട് വരുന്നു. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി പറഞ്ഞ പോലെ എന്താ അവിടുത്തെ ഒരു കേരള തമിഴ്നാട് ഒരു അതിർത്തി സ്ഥലത്താണ് കഥ കിടക്കുന്നത്. അവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, അവിടുത്തെ ലോക്കൽ ഏരിയകളുണ്ട്, ലോക്കൽ ടൗൺഷിപ്പ്, പിന്നെ ഒരു കാടിൻ്റെ അങ്ങനെ അല്ലാതുള്ള പുറത്തൂടെ കുറച്ചുകൂടെ ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് ഉള്ള കോളേജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ബേസ് ചെയ്തിട്ടാണ് കഥ. അതെ പുറത്തേക്ക് പോകുന്നുണ്ട്. ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ
ആന ഉൾപ്പെടെ വരുന്നുണ്ട്, ആ, ആ yes. ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആനയുടെ റോൾ എന്താണ് ഈ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കുട്ടിക്കാനം ആ ഏരിയയിൽ ഏരിയയാണ്. നടക്കുന്ന. അതെ അതെ. അപ്പോൾ ഓക്കെ. നമ്മൾ ആനയുടെ ക്യാരക്ടർ പേര് പടയപ്പ. അവിടുത്തെ കാട്ടാന നമ്മൾ ശരിക്കും ഒരു പടയപ്പ യെസ് ഉണ്ടല്ലോ. കിട്ടാനില്ല, ആ പേര് തന്നെ നമ്മൾ ഇട്ടതാ. ഓക്കെ ഓക്കെ അവിടുത്തെ ഒരു കാട്ടാനയാണ്. ഉം, ശരിക്കും അതിന്റെ ഒറിജിനൽ പേര് പുതുപ്പള്ളി സാധു ഓക്കെ. എന്ന് പറഞ്ഞ ഒരു ആനയാണ്. ആ, ഓ, ഭയങ്കര ഈ അഭിനയിച്ചേക്കുന്ന ആനയുടെ ഒറിജിനൽ ഒറിജിനൽ പേര്, ഓക്കെ അഭിനയിച്ച ആനയുടെ ഒറിജിനൽ പേര് പുതുപ്പള്ളി സാധു. ഓക്കെ ഓക്കെ. പേര് ശരിക്കും പോലെ തന്നെ സാധുവാണ്. സാധുവാണ്, പേര് ഓക്കെ. പോലെ തന്നെ സാധുവാണ്, ഒരു പ്രശ്നമില്ല. നമ്മൾ ആക്ടേഴ്സ് അഭിനയിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിന്ന് ആന അഭിനയിച്ചിട്ട് അഭിനയിച്ചു. പോകുന്ന ഒരു വളരെ എന്താ ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്ത്. അപ്പോൾ നല്ല ഫാൻ ബേസാ പുതുപ്പള്ളി സാധു എന്ന് പറഞ്ഞാൽ. അതിനുള്ള ഈ ആനപ്രേമികൾക്കിടയിലൊക്കെ അത് ഭയങ്കരമായിട്ട്. ഭയങ്കര ഫാൻ ബേസ് ഓക്കെ ഉള്ള ഓക്കെ. ഒരു ആനയാണ്. ഉം, ഉം. അപ്പോൾ പുതുപ്പള്ളി സാധു ഉണ്ട്. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ മെയിൻ ആർട്ടിസ്റ്റുകൾ ഷൈൻ ടോം വരുന്നത് ചാക്കോ ഉണ്ട്, ഷൈൻ ടോം മഞ്ജു ചാക്കോ, ചേച്ചിയുണ്ട്, മഞ്ജുപിള്ള ചേച്ചിയുണ്ട്, പിന്നെ ബൈജു ഉണ്ട്. ബൈജു ചേട്ടന്, പിന്നെ ബാബു ആന്റണി ചേട്ടന്, പിന്നെ ജോൺ വിജയ്, തമിഴിലെ ജോൺ ജോൺ വിജയ് വിജയ്. ഉണ്ട്, പിന്നെ പ്രേംകുമാർ ഏട്ടൻ, അശോകൻ ചേട്ടന്, അങ്ങനെ ഒരു പിന്നെ ശ്രീകാന്ത് വെട്ടിയാർ, അങ്ങനെ പിന്നെ കപ്പിയാറിൽ തന്നെ അഭിനയിച്ച ആ 4 പയ്യന്മാരുടെ കൂട്ടത്തിലുള്ള കോശി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ഓ, വിനീതിനകത്തുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഈ ജോൺ വിജയിനെ ഭയങ്കര ഇഷ്ടമാണോ? കപ്പിയാരിലും കപ്പിയാറിലും ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. മീൻസ് പുള്ളി പേഴ്സണലി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. വെച്ചാൽ നല്ല ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. യെസ്. ഈ സിനിമയിലെ ക്യാരക്ടർ ആയാലും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു തമിഴ് ഒരു ക്യാരക്ടറാണ്, ഗഞ്ച കറുപ്പ് എന്ന് പറഞ്ഞ ഓക്കെ. ഒരു ക്യാരക്ടറാണ്. അവിടുത്തെ ലോക്കൽ ഒരു മാഫിയ, ഒരു ഡോൺ, അവിടുത്തെ ഒരു ഗാങ്സ്റ്റർ, ലോക്കൽ ഗാങ്സ്റ്റർ എന്നുള്ള നല്ലൊരു അടിപൊളി ഒരു ക്യാരക്ടറാണ്. പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇതാണ്. കപ്പിയാറിന് ശേഷം ജോൺ വിജയായിട്ട് സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുറിയടിയിൽ പിന്നെ അങ്ങനത്തെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. അത് പക്ഷേ ഇതിന് കറക്റ്റ് ഒരു ക്യാരക്ടറാണ് പുള്ളിക്ക് പറ്റിയത്. ഈ ആന കാട്ടാനായിട്ടാണോ? കാട്ടാനായിട്ട് തന്നെ. ഓക്കെ ഓക്കെ. ആനയെ മെരുക്കാനായിരുന്നോ നിങ്ങളുടെ ആക്ടേഴ്സിനെ മെരുക്കാനായിരുന്നോ പാടുന്നത്? ആക്ടേഴ്സ് കേൾക്കണ്ടത്. ഇല്ല, എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തത്. ഇപ്പോൾ ഷൈൻ ചേട്ടനായാലും അല്ല, നമ്മൾ സീനിയേഴ്സിലൂടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കും അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അവരുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരുടെ ഒരു പങ്ക്ച്വാലിറ്റി ആയാലും അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ആയാലും അപ്പോൾ അതൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ ഇപ്പം കപ്പിയാറിൽ ഈ പറയുന്ന പോലെ ഒരു ആക്ടർ മുകേഷ് ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സീനിയർ ആയിട്ട് ഉറിയടിയിൽ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. സിദ്ദീഖ, ശ്രീനിവാസൻ സാറ്, ബൈചേട്ടൻ ഉണ്ടായിരുന്നു, പ്രേംകുമാർ ഏട്ടന്, ഇന്ദ്രൻ ചേട്ടന്, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ഇതിൽ നിന്നപ്പോഴത്തേക്ക് പിന്നെ വേറെ കുറച്ച് സെക്ഷനും കൂടെ, നമ്മൾ ഇവരുടെയൊക്കെ പടങ്ങളാണല്ലോ നമ്മൾ കണ്ട് വളർന്നത്. അപ്പോൾ അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുക, അവരെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം അവരിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. വളരെ ഒരു പ്രശ്നമില്ല, വളരെ കംഫർട്ടായിട്ടാണ് ചെയ്തത്. ഉറിയടിയിൽ ഇപ്പൊ തിരുവനന്തപുരം പോലും ഒരു ക്യാരക്ടർ പോലെ നമുക്ക് ഫീൽ ചെയ്യാം സിനിമ കാണുമ്പോൾ. അത് അവിടുത്തെ പോലീസ് ക്വാർട്ടേഴ്സ് ആണ്, ഒറിജിനൽ പോലീസ് ക്വാർട്ടേഴ്സിലാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. ശരിക്കും അവിടുത്തെ അവര് കോൺസ്റ്റബിൾസ് മുതൽ ഡിവൈഎസ്പിമാർ വരെ താമസിക്കുന്ന ഒറിജിനൽ ആ പാളയത്തുള്ള ക്വാർട്ടേഴ്സിലാണ് നമ്മൾ ഷൂട്ടിംഗ് ചെയ്തത്. ഈ ഗ്രൂപ്പാണല്ലോ സിനിമകൾ, അതായത് പടികപ്പേര്, കൂട്ടമണിയാവട്ടെ, ഈ സിനിമയിലാവട്ടെ, ഉറിയടിയാവട്ടെ, ഒരു ബഹളം ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനത്തെ കഥകള് ഇപ്പൊ പ്രത്യേകിച്ച് 1-2 ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്ത് പറയാതെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കഥ പറയാന്നുള്ളതിന്റെ ഒരു രസം എന്താ? അത് വെച്ചാൽ മെയിനായിട്ട് ഈ പറയുന്ന പോലെ കോമഡി സിനിമകളോട് എനിക്കൊരു പ്രത്യേക ഒരു ചെയ്യണത് ഇഷ്ടമുണ്ട്. എല്ലാ ജോണറിലുള്ള പടങ്ങളും ചെയ്യണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. അങ്ങനത്തെ സബ്ജക്റ്റുകളും ഉണ്ട്. പക്ഷേ കോമഡി ഒരു പടിക്ക് മുകളിൽ നമുക്കൊരു കോമഡിയോട് ഒരു താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞ നമ്മൾ കണ്ടുള്ള പ്രിയദർശൻ സാറിൻ്റെ ഒക്കെ സിനിമകളുണ്ടല്ലോ, പുള്ളിയുടെ ഒക്കെ സിനിമകൾ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കമ്പയർ ചെയ്യാൻ സാധിക്കത്തുമില്ല, ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ അപ്പോൾ നമ്മൾ കണ്ടതും നമ്മൾ ഇഷ്ടപ്പെട്ടതും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കുറേ സിനിമകളുണ്ടല്ലോ, അതെല്ലാം ഒരു ഗ്രൂപ്പ് കോമഡിയാണ്. ഇപ്പോൾ ഓടരുതമ്മ, വളരെയാലും ദീൻ തെരികിടതോമായാലും, മഴ പെയ്യുന്നു, മത്തലും കൊട്ടുന്നു, എല്ലാം സെൻട്രൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഒരു ഒറ്റയാളെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ അത് ഫോളോ ചെയ്യുകയല്ല. പക്ഷെ അങ്ങനത്തെ സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ചെയ്തതായാലും ഇപ്പോൾ ചെയ്തിട്ടുള്ള സിനിമകളായാലും അങ്ങനത്തെ സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഒരു സിംഗിൾ ഹീറോയെ ബേസ് ചെയ്തിട്ട് പോകുന്ന അല്ല, ഇപ്പോൾ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അങ്ങനെ ഗ്രൂപ്പ് കോമഡി ആൾക്കാർ വരുമ്പോൾ നമുക്ക് അത്രയും നമുക്ക് കോമഡി എലമെന്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു സബ്ജക്ട് വന്നതുകൊണ്ട് പൊതുവെ പറയല്ലോ, ഇപ്പൊ ഹ്യൂമർ ഫലിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പ്ലസ് പാളിയൽ അതാണ് ഏറ്റവും ചെറിയാവുക. അപ്പം അത് കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ള ഒരു ചാലഞ്ചും പിന്നെ അതിന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് പലവട്ടം കണ്ട് ജഡ്ജ്മെന്റ് ഒക്കെ പാളാം, എന്തുവേണമെങ്കിലും സംഭവിക്കാം. അതെങ്ങനെയാ അതിലേക്ക് ഒരു വാലിഡേഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാ? അല്ല, അത് എന്താ പറഞ്ഞ സിനിമ ഇപ്പോൾ കഥ എഴുതുമ്പോഴായാലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴായാലും ഇതിൻ്റെ മേക്കിങ്ങിൽ ഇരിക്കുമ്പോഴായാലും എല്ലാം ഞാനൊരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയിലാണ് ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് നമ്മൾ മേക്കിംഗ് സൈഡിൽ നമ്മൾ ആ രീതിയിൽ നോക്കുന്നു, എന്നാൽ പോലും ഒരു സാധാരണ പ്രേക്ഷകന് ഇത് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഞാനെന്നൊരു സാധാരണ പ്രേക്ഷകനുണ്ടല്ലോ, ഞാൻ മറ്റു സിനിമകൾ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ. അപ്പോൾ
എനിക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ, അതിൽ വർക്കൗട്ട് ആവുന്നുണ്ടോ, എല്ലാം ഒരു ജഡ്ജ്മെന്റ് ആണ്. അത് ജഡ്ജ്മെന്റ് പാളിയ എല്ലാം പോയി. ഈ പ്രത്യേകിച്ച് കോമഡി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ, ഒന്ന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോയി കഴിഞ്ഞാൽ എല്ലാം പോകും. അതിനൊരു ഒരു പോയിന്റ് ഉണ്ട്, എവിടെ നമ്മൾ നിർത്തണം, എവിടെ നമ്മൾ പോകണം, അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ഒരു പോയിന്റ് ഉണ്ട്. അത് എന്നറിയില്ല, ഒരു ഭാഗ്യം. നമ്മളൊരു കൂടുതൽ കാണുന്നതും അങ്ങനത്തെ സിനിമകളാണോ? കുറച്ച് എന്റർടൈനേഴ്സിനോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. കോമഡി എന്റർടൈനേഴ്സ് എല്ലാം കാണും, എല്ലാ സിനിമകളും കാണും. ഇപ്പൊ ആക്ഷൻ എന്റർടൈനേഴ്സ് നമ്മൾ സിനിമ കാണുന്നതും ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്റർടൈനേഴ്സിനോട് പ്രത്യേക താല്പര്യമുണ്ട്. അതിലിപ്പോൾ ആക്ഷൻ ആയാലും എല്ലാ ജോണറുകളും. ഇപ്പോൾ പ്രത്യേകിച്ച് കോമഡിയോട് പ്രത്യേക ഒരു ഇതുണ്ട്. നമ്മൾ പിന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിളായാലും നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളുകളാണ് കൂടുതൽ ഉള്ളത്. അപ്പൊ നമുക്കൊരു ഹ്യൂമറിന്റെ ഒരു ഉണ്ട്. പിന്നെ ഹ്യൂമർ ചെയ്യുന്നതിനെക്കാട്ടിലും ഹ്യൂമർ ആസ്വദിക്കാൻ ഒരു കഴിവുണ്ടെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഹ്യൂമർ പറയുന്നത് പോലെ അല്ലെങ്കിൽ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഹ്യൂമർ ആസ്വദിക്കുക എന്നുള്ളത്. ഒരാളിപ്പോൾ നല്ലൊരു കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആസ്വദിച്ചില്ലെങ്കിൽ അയാൾ പറഞ്ഞ കോമഡി വെറുതെ പാഴായി പോകും. അപ്പൊ അതുപോലെ തന്നെ പറയുന്ന പോലെ തന്നെ പ്രധാനമാണ് ആസ്വദിക്കാനും കഴിയുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആസ്വദിക്കുന്ന ഒരാളാണെന്നൊരു ഉണ്ട്. അപ്പൊ അയാൾക്ക് ഒരു ജഡ്ജ്മെന്റ്, അത് ഭാഗ്യം അല്ലെങ്കിൽ എന്തോ. പൊതുവെ എഴുതി കഴിഞ്ഞ് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യുകയോ കോമഡി വർക്ക് ആവുന്നുണ്ടോ നോക്കുക, അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ എഴുതുമ്പോഴായാലും എല്ലാം ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് അതിന്റെ, ഇപ്പൊ കപ്പ്യാരായാലും ശരി, ഉറിയടിയായാലും ഇതെല്ലാവരും, ഇത് അടിനാശമായാലും ഇപ്പോൾ എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്ത് കോമഡി എല്ലാം വർക്കൗട്ട് ആവുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അതിന്റെ ടോട്ടാലിറ്റിയിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നത്. ഈ സിനിമ അടിനാശം വെള്ളപ്പൊക്കത്തിലേക്ക് വരുമ്പോൾ കഥാപാത്രങ്ങൾ, ഇപ്പൊ ഷൈൻ്റെ കഥാപാത്രം എന്താണ്? ഇപ്പം മഞ്ജുപിള്ള എനിക്കൊന്നു പ്രിൻസിപ്പൾ ആണ് കോളേജിലെ, ഷൈൻ സാറാണോ? അവിടുത്തെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ടല്ലോ. അവിടുത്തെ ആനുവൽ എക്സാം വരികയാണ്. ഇതൊരു കഥ കിടക്കുന്നത് ഒരു 4-5 ദിവസത്തെ ഒരു കഥയാ കാണിക്കുന്നത്, സിനിമയിൽ നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആനുവൽ എക്സാം നടക്കുന്ന സമയത്ത് അവർക്കൊരു മോട്ടിവേഷൻ, ഒരു ലിബർട്ടി എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു വലിയൊരു എഞ്ചിനീയറിംഗ് കോളേജിലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പൽ മഞ്ജുപിള്ള ചെയ്യുന്ന ക്യാരക്ടർ. അവിടുത്തെ ഒരു കരിയർ ഗൈഡൻസ് മോട്ടിവേഷണൽ സ്പീക്കർ അങ്ങനെ വരുന്ന ഒരു ക്യാരക്ടറാണ് ഷൈൻ ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ. പിന്നെ നമ്മൾ കൂടുതൽ അതിനെ പറ്റി പറയുന്നില്ല, സിനിമ ഇപ്പം അടികപ്പ്യാരെ കുട്ടമണി കണ്ട് 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 കൾട്ടാവുക എന്നൊക്കെ പറയുന്ന പോലെ അന്ന് ആസ്വദിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആൾക്കാർ വീണ്ടും വീണ്ടും യൂട്യൂബിൽ കാണുകയും അതിനെ കുറിച്ച് ചർച്ചകൾ ചെയ്യുകയും ഒരുപാട് റോസ്റ്റുകൾ വരികയും പിന്നെ റീക്രിയേഷൻസ് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അത് ശ്രദ്ധിക്കാറുണ്ടോ ഇപ്പോഴും? പിന്നെ തീർച്ചയായിട്ടും. കാരണം അത് സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം. ഈ 10 വർഷമായിട്ടും ഇപ്പോഴും ചെയ്ത സിനിമയെ പറ്റി ചർച്ച ചെയ്യുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നു. ഇഷ്ടപ്പോഴും പുതിയ തലമുറ പല ആൾക്കാരും വരുമ്പോഴും അവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് പല ഞാൻ കാണാറുണ്ട്. പലരും അതിന്റെ സീൻസ് റീക്രിയേറ്റ് ചെയ്തിട്ട് ഇടുന്നതൊക്കെ സത്യം പറഞ്ഞാൽ അത് ഒരു ഭാഗ്യമാണ്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചാൽ മീൻസ് ഓക്കെ ഹിറ്റാവുന്നൊരു ഇതുണ്ടായിരുന്നു. കാരണം ആ സബ്ജക്റ്റ് അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്, അങ്ങനത്തെ ഒരു കോർ ഒരു തീമാണ്. കാരണം അതുവരെ മുമ്പ് വന്നിട്ടില്ലാത്തൊരു സാധനമാണ്. പിന്നെ അതിൽ കോമഡി വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കോമഡി കൊള്ളാം എന്ന് നമുക്ക് ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് അത് നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അതൊരു ഈ ഹോസ്റ്റലിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളും പ്ലസ് അതിനെ ഫിക്ഷലൈസ് ചെയ്തതാണ് സിനിമ എന്ന് കേട്ടിട്ട്. അതെ അതെ. അത് ഞാൻ പഠിച്ചത് മാറിവാനിയസ് കോളേജിൽ ആണ് പഠിച്ചത്. കോളേജ് അവിടുത്തെ സെന്റ് തോമസ് ഹോസ്റ്റലിലാണ് ഞാനത് താമസിച്ചിരുന്നത്. അപ്പോൾ അന്ന് കിട്ടിയ ഒരു സബ്ജക്റ്റാണ് ഈ അടികപ്പേര് കൂട്ടമണി. അത് സിനിമയിൽ കാണിച്ചിട്ടുള്ള ഒട്ടുമിക്ക സംഭവങ്ങളും ഞങ്ങളവിടെ ഹോസ്റ്റലിൽ അത് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞ അവിടുത്തെ ഓജോ ബോർഡ് കളി ഉൾപ്പെടെ ഒന്ന് ചെയ്തതൊക്കെ എല്ലാം. അതായത് ശരിക്കും പ്രേതം വന്നിട്ടുണ്ടോ? പ്രേതം വന്നിട്ടില്ല, അത് ഇല്ല, നമ്മളാണല്ലോ കളിക്കുന്നത്. അപ്പോൾ അതായത് ഒന്നുമില്ല, ഇപ്പം സിനിമയ്ക്കകത്ത് ഇപ്പോൾ ധ്യാനിരുന്ന് കളിക്കുന്നത് പോലെ നമ്മുടെ വേറൊരു ഫ്രണ്ട് അലക്സ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഇരുന്ന് കളിക്കുന്നു. ഞങ്ങളൊരു 4-5 സുഹൃത്തുക്കൾ, ഇപ്പം ഞാൻ ഇപ്പോൾ ജെമീൻ എന്ന് പറഞ്ഞുണ്ട്, ടിനി, സജിത്ത്, പിന്നെ അച്ചു, സജിത് മോഹൻ, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളാണ് ഈ പറയുന്ന പോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറയുന്ന എല്ലാ പരിപാടികളും ഒപ്പിക്കുന്നത്. ചോര ചീറ്റുക, നമ്മളൊക്കെ നേരത്തെ പോയി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ വരുന്ന സമയത്താണ്, രാത്രി 12 മണിയാകുമ്പോൾ നേരെ മെയിൻ സ്വിച്ച് ഓഫ് ആകും. ഇങ്ങനെയുള്ള പരിപാടി പിന്നെ പരിപാടിയിലേക്ക് കിടക്കുന്നത് തമാശയ്ക്ക് തുടങ്ങിയതാണ്, പക്ഷെ പിന്നെ അങ്ങ് സീരിയസ് ആയി. അപ്പോൾ ആൾക്കാർ പിള്ളേർ പേടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളതിന്റെ ഒരു ആ പ്രായം അതാണല്ലോ, 10-21 വയസ്സുള്ള പ്രായമാകുമ്പോൾ തിളച്ചിരിക്കുകയല്ലേ. അങ്ങനെ കയറി കളിച്ച് ഇതിന് ഇപ്പോൾ ചോര തെറിക്കുക, ഈ പറഞ്ഞ പോലെ ഇത് വെള്ളം ചീറ്റുക, ഈ പിന്നെ ഈ തീ കത്തിക്കുക. നമ്മൾ ഓരോ അവിടെ ഈ ഇത് കേൾക്കാൻ
കൊതുകുവലയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ, അവിടെ ആ. പോയി മണ്ണെണ്ണ സ്പ്രേ ഒക്കെ നേരത്തെ അടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. എന്നൊന്നും ഇപ്പോൾ ആരും അവർ കാണാതെ നമ്മൾ കത്തിക്കും. ആ, അതായത് അവൻ അവിടെ നിന്ന് കളിച്ചു. അതായത് അലക്സ് എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്ന് കളിക്കുന്നു. ഒരു ഇവിടെ തീർന്നു. പ്രേതം കീറി. ഓക്കെ. ഹോസ്റ്റലിൽ പ്രേതം വന്നു. ഇംഗ്ലീഷ് പ്രേതമാണ്. സിനിമയിലെ പേര് തന്നെ കാത്തി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പ്രേതം വന്നു. അതിന്റെ അവരൊപ്പിക്കുന്ന പരിപാടികളാണ്. തൊട്ടിപ്പുറത്തൊരു വാഴത്തോട്ടമുണ്ട്. വാഴ വെട്ടി നമ്മൾ ഈ പറയുന്ന ഈ ആൾക്കാരുടെ റൂമിന്റെ മേളിലേക്ക് ഇടുക. അങ്ങനെ ഹോണ്ടഡ് ഹോസ്റ്റൽ എന്നുള്ള രീതിയിലേക്കായി. പയ്യന്മാര് പേടിച്ച് ഹോസ്റ്റൽ വിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ സംഭവമാണ്. പിന്നെ അത് 2-3 ദിവസം നമ്മളിങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ട് കളിച്ചു. ഹരം പിടിച്ചങ്ങ് കളിച്ചു. കളിമൂത്ത് അലക്സ് എന്ന് പറഞ്ഞവൻ അവസാനം ഹരം കയറി എന്തുവാ തൊട പ്ലേഡ് കൊണ്ട് കീറി അത് ചോര എടുത്ത് കണ്ണി തേച്ച് ഒന്ന് അലറി വിളിച്ചോണ്ടൊക്കെ ഒന്ന് നിൽക്കുന്നു. ഓരോരുത്തരെ പേടിക്കാനായിട്ട് അവന്റെ ദേഹത്ത് ബാധ കയറി എന്നുള്ള രീതിയിൽ അങ്ങനെ നടന്നൊരു സംഭവം ക്ലൈമാക്സും വരും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സിനിമയ്ക്കകത്ത് കാണിച്ചതുപോലെ നമിതയെ അകത്തേക്ക് കയറ്റുന്ന ഹോസ്റ്റലിലേക്ക് കയറ്റുന്ന ജനറൽ കമ്പി അറുത്ത് വെച്ചിരിക്കുന്ന പരിപാടികളൊക്കെ ഞങ്ങൾ പുറത്തോട്ട് പോകുന്ന കേട്ടിട്ടില്ല. അന്ന് അത് 6 മണിയാകുമ്പോൾ അടയ്ക്കും, ഹോസ്റ്റൽ അടയ്ക്കും. അപ്പോൾ നമുക്ക് പുറത്ത് പോകണമല്ലോ, എന്തെങ്കിലും സിനിമ കാണാനായാലും മറ്റു പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഓരോ മുറിയുടെ കമ്പി അറുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചേർത്ത് വെക്കും അറിയാത്ത രീതിയിൽ. അപ്പോൾ പോകേണ്ടപ്പോൾ നമ്മൾ അതുവഴി ഇറങ്ങുക, കയറി വരിക. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പോയി വരുന്ന വഴിക്ക് ചുമ്മാ അന്ന് ഈ പറഞ്ഞ സിനിമാ മോഹം നമ്മുടെ മനസ്സിലുണ്ട്. സിനിമാ മോഹം പണ്ടേ കേട്ടോ, ഒരു നേരത്തെ തൊട്ടേ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും എപ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഇങ്ങനെ ഒരു കിടക്കുക, ഏതെങ്കിലും സിനിമയ്ക്ക് പറ്റിയ സബ്ജക്റ്റുകൾ ഉണ്ടോ ഇങ്ങനെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ നമ്മൾ എന്ത് കാണുമ്പോഴായാലും അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം, അങ്ങനെ ആഗ്രഹിക്കും, ബാക്ക് ഓഫ് മൈൻഡ് ഉണ്ടാവും. അപ്പം അന്ന് ഇതേപോലെ നമ്മൾ എന്തോ ഒരു സിനിമ കണ്ടിട്ട് തിരിച്ചു കയറി ഫ്രണ്ട്സായിട്ട് കയറി വരുന്ന സമയത്ത് ഒരു കിട്ടിയൊരു സ്പാർക്കാണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇത് ഒരു 150 പിള്ളേർ പഠിക്കുന്ന ഒരു ഹോസ്റ്റലാണ്, എല്ലാവർക്കും സിംഗിൾ റൂമാണ്. 2 അച്ഛന്മാരാ ഇവിടുത്തെ വാർഡന്മാര്. സിനിമയിൽ ഒരാളേ ഉള്ളൂ, 2 അച്ഛന്മാരുണ്ട്, 2 സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ജയിൽ പോലത്തെ ഒരു സംഭവം സെറ്റപ്പാണ്. പക്ഷെ നല്ല ഫ്രീഡം ഉണ്ട് കേട്ടോ. നമ്മുടെ അതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി ഫ്രീഡം ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് ഒരു പെൺകുട്ടി വന്ന് പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു 3-4 ദിവസം പുറത്തിറങ്ങാൻ പറ്റാതെ പെട്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഓക്കെ, അതിനൊരു സിനിമയ്ക്കുള്ള ഒരു കണ്ടന്റ് ഉണ്ട് എന്ന് തോന്നി. അപ്പൊ അന്ന് നോട്ട് ചെയ്തതാ, കുറിച്ചിട്ടതാണ് ഈ സബ്ജക്ട്. പിന്നെ അതിനുശേഷം കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ സുരേഷ് ഉണ്ണിത്താൻ സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് കയറി. അതെ, അപ്പോൾ 3 വർഷത്തോളം ഉണ്ട്. അതിനുശേഷം പിന്നെ കപ്പിയാര് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഓക്കെ, ഈ സബ്ജക്ട് എടുക്കാം, ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള എടുക്കാന്ന് വിചാരിച്ചാണ് ഇത് പിന്നെ ഇരുന്ന്. ശരിക്കും കോളേജിലേക്ക് വന്നാലേ പിടിക്കപ്പെട്ടില്ല? നിങ്ങൾ പറഞ്ഞില്ലേ അവസാനം നിങ്ങൾ അതിനെ ചെയ്തെന്നൊക്കെ, മനഃപൂർവ്വം ചെയ്തെന്നൊക്കെ? അല്ല, അത് പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടെന്നല്ല, ഞങ്ങൾ കളിച്ചു ഭയങ്കരമായിട്ട് അത് പോയി. അതായത് ഞങ്ങൾക്ക് ആവേശം കയറി. ഞങ്ങൾ അവിടെ അവസാനം ബോംബ് വെക്കുന്ന അവസ്ഥയിലൊക്കെ എത്തി. എങ്ങനെയെങ്കിലും ഭയങ്കര അതിന്റെ എക്സ്ട്രീം ചെയ്യണം എന്നുള്ള ബോംബ് വെക്കുന്ന പറഞ്ഞു അതിന്റെ എക്സ്ട്രീം ചെയ്യണം എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്ക് സീനിയേഴ്സിന് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അത് എന്തോ ഇങ്ങനെ പല പയ്യന്മാർ ഹോസ്റ്റൽ വിട്ട് പോകാൻ തുടങ്ങി, വീട്ടിൽ പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് സീനിയേഴ്സ് വന്ന് കുത്തിനെ പിടിച്ചിട്ട് പറഞ്ഞു ഇപ്പം നിർത്തിക്കണമെന്ന് പറയാണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓക്കെ ആണ്, ചുമ്മാ കളിച്ചാ തമാശ കളിച്ചാന്നുള്ള രീതിയിൽ എല്ലാം പിടിച്ചു. അതെ, അലക്സിനെ കയറി കുത്തിനെ പിടിച്ചിട്ട് അടിച്ചിട്ടില്ല. പറഞ്ഞു എന്റെ ആയിട്ട് ഒന്നുമില്ല, വിട്ടു, ഇന്നത്തോടെ വിട്ടു, നിന്റെ എവിടെ ബാധ കയറിയെന്നും പറഞ്ഞിട്ട് കുത്തിനെ പിടിച്ചു. അതിൽ ഈ അധിഷ്ടലക്ഷ്മി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ പേര് ഭയങ്കര ക്യാച്ച് ചെയ്യുന്നു. അതുപോലെ എന്തെങ്കിലും ഈ അടിനാശത്തില് പേരിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പേര് അതുപോലത്തെ ഒരു പേര് ഇതിനകത്ത് പറയാൻ അങ്ങനെയല്ല. മീൻസ് ജോൺ വിജയുടെ ക്യാരക്ടർ പേര് ഗഞ്ചാക്കറുപ്പ്, ഷൈനിന്റെ ക്യാരക്ടർ കൊളമ്പനാട്ട് കുഴി സണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അങ്ങനെയൊക്കെയുള്ള മോട്ടിവേഷണൽ സ്പീക്കർ. അങ്ങനെ അധിഷ്ടലക്ഷ്മി എവിടെ കിട്ടിയതായിരുന്നു? അധിഷ്ടലക്ഷ്മി അത് നമ്മള് ഗ്രൂപ്പായിട്ടിരുന്ന് ചർച്ച ചെയ്ത്, കാരണം ഈ ക്യാരക്ടർ ഒരു നല്ല, കാരണം ആ പടത്തിൽ ഒറ്റ ലേഡി ക്യാരക്ടറെ ഉള്ളൂ. പിന്നെ അപ്പോൾ അതിന് എന്ന് പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ക്യാച്ചി ആയിട്ടുള്ള ഒരു പേരും വേണം അതിന് പറയുമ്പോൾ തന്നെ. കാരണം ആ പേരിലാണെങ്കിലും ആ ക്യാരക്ടറിലാണെങ്കിലും മൊത്തം പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരു തമിഴ് കൾച്ചറും കൂടെ ഉള്ള ഒരു പെൺകുട്ടിയാണ്, അപ്പം തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മളിങ്ങനെ നമ്മൾ ഫ്രണ്ട്സുമായിട്ടിരുന്നിങ്ങനെ എന്താണ് ഏറ്റവും ബെസ്റ്റ് പല പല ചർച്ചകൾ വന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അച്ചു എന്ന് പറഞ്ഞാൽ, അച്ചു തൃശങ്കു സിനിമയുടെ ഡയറക്ടറാണ്. അപ്പോൾ അവനാണെങ്കിൽ പറഞ്ഞ പോലെ ഓക്കെ, ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇങ്ങനെ ഒരു പേര് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അധിഷ്ടലക്ഷ്മി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോയിന്റഡ് ഫിക്സ് രീതിയിൽ കൊടുത്ത്. ഓക്കെ,
ഈ മുകേഷ് അതിനകത്ത് ഇപ്പൊ അന്തസ്സുണ്ടോ ആ ഡയലോഗ് ഇറങ്ങിയിട്ട് 10 വർഷമായെന്ന് ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് അതെ, അതെ, മനസ്സിലാവുന്നത് അതെ. എത്ര പെട്ടെന്ന് വർഷങ്ങൾ അതെ പോയതല്ലേ. അതെ അത് ചെയ്യാം എന്ന് അങ്ങോട്ട് പറയുമ്പോൾ പുള്ളി അത് എൻജോയ് ചെയ്തോ? ഒരു കുഴപ്പമില്ലായിരുന്നു. അതായത് ആ സമയത്ത് ആ സംഭവം നടക്കുന്നത് അതെ. സ്ക്രിപ്റ്റ് ഈ പടമൊക്കെ ഓണായി കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഈ പരിപാടി ഇത് വരുന്നത്. ഉം, അപ്പോൾ ഉം. കേട്ടപ്പോൾ ഓക്കെ കറക്റ്റ് അതിലേക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്. അങ്ങനെ സിറ്റുവേഷനും ഉണ്ട് ചെയ്യാനും. അപ്പോൾ ആദ്യം ചെന്ന് പറഞ്ഞു ഇതുപോലെ ഉം. ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഒരു കുഴപ്പമില്ല. ഓക്കെ. സെൽഫ് റോൾ ആണെങ്കിലും അത് രസമുള്ള അതെ സാധനമല്ലേ. അതെ തീർച്ചയായിട്ടും അത് ആൾക്കാർ ഭയങ്കരമായിട്ട് അതെ അതെ ഏറ്റെടുക്കുന്നുണ്ടല്ലോ. അതെ അതെ. യെസ്. ഈ എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് അടികപ്പേര 2 വരുന്നുണ്ടോ, ഒരു സീക്വൽ ഉണ്ടോ, എങ്ങനെയാണ് അതിനിടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു അപ്ഡേറ്റ്? ഇല്ല ആക്ച്വലി കപ്പ്യാർ 2 എന്നുള്ള ചിന്ത എൻ്റെ നമുക്കില്ലായിരുന്നു. വേറൊന്നും അല്ല അല്ല എനിക്ക് പേഴ്സണലി ഇല്ല. മീൻസ് കാരണം നമ്മൾ ചെയ്യുമ്പോൾ അതിനോളം നിൽക്കുക അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ നിൽക്കുന്ന ഒരു സാധനം വേണം. സീക്വൽസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം അതാണ്. നമ്മൾ വെറുതെ ചെയ്തിട്ടുള്ളതിൻ്റെയും കൂടെ ഒരു വില കളയുന്ന പരിപാടി പാടില്ല. അപ്പം അതുകൊണ്ട് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു സാധനം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അവർ എന്തൊക്കെയോ ആലോചിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ എനിക്ക് നല്ലൊരു സബ്ജക്റ്റ് ഇതുവരെ ഇട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ത്രെഡ് ഒന്നും ഓണായിട്ടൊന്നും ഇല്ല, കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഒരു ചെറിയൊരു സാധനം വന്നിട്ടുണ്ട്, നോക്കാം. ഇപ്പൊ ധ്യാൻ ഇടയ്ക്ക് എഴുതുന്നുണ്ട്, ധ്യാന്റെ ഹോസ്റ്റൽ. നിങ്ങളൊക്കെ കമ്പൈൻ ചെയ്ത് തന്നെയാണോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി? ഇല്ല, അത് അവര് ഇൻഡിവിജ്വലി ചെയ്യുന്ന പരിപാടിയായിരുന്നു. ഈ അടിനാശം വെള്ളപ്പൊക്കം ഈ പറയുന്ന പോലെ ഭയങ്കര രസകരമായ കഥാപാത്രങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമയിൽ അടികപ്പേരെ കൂട്ടമണി കാണുന്ന ഒരു മൂഡുണ്ടല്ലോ, ഇതിനകത്തൊരു ഗ്രൂപ്പ് സിനിമ, ഒരു വലിയ സിനിമ, അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചാലഞ്ച് നിങ്ങൾക്ക് എന്തായിരുന്നു? ഇത്രയും പേരുണ്ട്, ഇത്രയും അല്ലേ, ഈ എപ്പോഴും ഗ്രൂപ്പായിട്ട് സിനിമകൾ വരിക, മീൻസ് ഗ്രൂപ്പുകളുള്ള ഒരു സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ചാലഞ്ച് എന്താ? ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് സിനിമ ചെയ്യുമ്പോഴും അതിന് ചാലഞ്ച് ഉണ്ട്. പ്രത്യേകിച്ച് കോമഡി സിനിമകൾ ചെയ്യുമ്പോഴും. കോമഡി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോമഡി സിനിമയ്ക്ക് ഒരു മീറ്ററുണ്ട്. മീറ്റർ പിടിച്ച് അത് കറക്റ്റ് മീറ്ററിൽ പോയില്ലെങ്കിൽ അത് വലിയ വിഷയമാണ്. അപ്പോൾ അത് എഴുതുമ്പോൾ നമ്മൾ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ആക്ടേഴ്സിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ തന്നെ അവരുടെ പെർഫോമൻസ് അത് കൊണ്ടുപോകും. നമ്മൾ എഴുതി വെച്ച ചിലപ്പോൾ അതിന് മേൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ്. അപ്പോൾ ആ ചലഞ്ച് ഉണ്ട്. അതെന്ന് വെച്ചാൽ എന്താ കോമഡി വർക്കൗട്ട് ആവും. അതാണ് അതിൻ്റെ ഒരു കോമഡി ഏറ്റവും വലിയ ചലഞ്ച്. ഈ കോമഡി ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ പലരെയും അഴിഞ്ഞാടാൻ വിടുന്ന ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, കാരണം അവരുടെ ഇംപ്രൊവൈസേഷൻ ക്യാരക്ടേഴ്സിന്റെ ആവശ്യമായിരിക്കും. വർഗീസിന്റെ സെറ്റിലൊരു രീതി എങ്ങനെയാ? നിങ്ങൾ കൊടുക്കുന്ന ഒരു മീറ്ററിൽ ആക്ടേഴ്സ് പോവുകയാണോ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ഫ്രീഡം കൊടുക്കണം? കാരണം നമുക്ക് ചില സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കോമഡി എന്ന് പറയുന്നത് നമുക്ക് കോമഡി എവിടെ നിന്ന് കിട്ടും എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഓക്കെ നമുക്കൊരു ക്യാരക്ടറിന് ഒരു മീറ്റർ ഉണ്ട്, ക്യാരക്ടർ പെർഫോമൻസ് ചെയ്യേണ്ട രീതികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് നമ്മൾ കോമഡി ചെയ്യുമ്പോൾ ഒരു ഫ്രീഡം കൊടുക്കണം. കാരണം ചിലപ്പോൾ അതിനും മേളെ ചിലപ്പോൾ ചില സാധനങ്ങൾ തരും. കോമഡി ചിലപ്പോൾ ഒരു ലുക്കിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ചില കോമഡി ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആക്ഷനിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു കോമഡി കിട്ടും. എവിടെ നിന്ന് കിട്ടുന്ന നമ്മൾ ബേസിക് ഒരു ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടർ വിട്ടുപോകാതെ അവർക്കൊരു ഫ്രീഡം കൊടുത്ത് അഴിഞ്ഞാടം കൊടുത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം മറ്റ് ജോണർ എന്ന് പറയും, ഇപ്പോൾ ഹൊറർ ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേ ആക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിലോ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ആ ക്യാരക്ടറിന് ഒരു പിടുത്തമുണ്ട്, ചില എന്താണോ ആ മീറ്ററിൽ തന്നെ നമ്മൾ പിടിച്ച് എക്സാക്റ്റ് ആയിട്ട് നമ്മളത് ഷൂട്ട് ചെയ്ത് ചെയ്യണം, വർക്ക് ചെയ്തെടുക്കണം. അതിന് വിട്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് നമുക്കത് ആർട്ടിസ്റ്റിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാരക്ടർ പോകും. ടോട്ടൽ സിനിമയിൽ നമുക്കത് പ്രശ്നമാവും, ചെയ്യിക്കും. അപ്പോൾ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞാൽ ആ ഒരു മീറ്റർ വിട്ടുപോകാതെ എങ്ങനെയൊക്കെ കോമഡി കൊണ്ട്, പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ സ്ലാപ്സ്റ്റിക് കോമഡിയാണ്. അവിടെ പ്രത്യേകിച്ച് നമുക്ക് ഒരു പോയിന്റ് വരെ ലോജിക്ക് നോക്കാൻ പാടില്ല. അതെ, നമ്മൾ ടോമാഞ്ചേരി കാണുവാണെങ്കിൽ, ഇപ്പോൾ പ്രിയദർശൻ സാറിന്റെ പടങ്ങളൊക്കെ കാണുവാണെങ്കിൽ അതിന് നമുക്ക് ലോജിക്ക് നോക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാത്തിനും ലോജിക്ക് ഉണ്ട്, എന്നാൽ കോമഡിക്ക് ഒരു പോയിന്റ് വരെ നമ്മൾ ലോജിക്ക് നോക്കരുത്. ലോജിക്ക് നോക്കാതെ തന്നെ നമ്മൾ അങ്ങ് എടുക്കുക, ചെയ്യുക. അതിന് അവരിൽ നിന്ന് മാക്സിമം ആ രീതിയിലുള്ള ആ ക്യാരക്ടർ വിട്ടുപോകാതെ. ചിലപ്പോൾ ഉണ്ട് ചില സാധനങ്ങൾ വെച്ചാൽ കോമഡി നല്ലതായിരിക്കും, പക്ഷേ ക്യാരക്ടർ ചിലപ്പോൾ വിട്ടുപോകും. ആ സീൻ ചിലപ്പോൾ രസമായിട്ട് വരും, പക്ഷെ ടോട്ടൽ സിനിമയിൽ ആ വരുമ്പോൾ നമുക്കത് രസമായിട്ട് ചിലപ്പോൾ വരത്തില്ല. അങ്ങനെ കൊണ്ട് അപ്പോൾ നമ്മൾ ആ ബേസിക്കലി നമ്മുടെ മനസ്സിലാ ഒരു ഫുൾ സിനിമയുടെ സ്ട്രക്ചർ ഉണ്ടാവണം. ഉണ്ടായിട്ട് അതിൽ നിന്ന് നമുക്ക് കോമഡി വർക്ക് ഇത് ഫുൾ ഫ്രീഡം കൊടുത്ത് തന്നെ നമ്മൾ ചെയ്യുന്നത്. അല്ല, കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇംപ്രവൈസേഷൻസിനെല്ലാം അവസരം. ആദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഓക്കെ, നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പറയും വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ റിഹേഴ്സൽസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ചെയ്ത് നോക്കി എന്തെങ്കിലും അവരുടേതായ എന്തെങ്കിലും ഇൻപുട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയും. കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. ഇപ്പൊ മഞ്ജു ചേച്ചിയുടെ ആണെങ്കിൽ മഞ്ജു പിള്ള എന്നൊരു ആക്ട്രസിന്റെ പല ഭാവങ്ങൾ നമ്മൾ കണ്ടു. എത്ര നല്ല ആക്ട്രസ് ആണെന്ന് നമുക്കറിയാം, കാരണം പെർഫോമൻസിനെ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ എങ്ങനെ ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്?
അല്ല അതാ പറഞ്ഞ ഒന്ന് ഈ പറയുന്ന പോലെ ചേച്ചിയുടെ ആ കഴിവിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്ന് മാത്രമേ പറയത്തുള്ളൂ. അത്രയും അങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു നോർമൽ ഒരു പ്രിൻസിപ്പൾ ഒരു ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് പേഴ്സണലി നമ്മൾ ഇവരെയൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ കണ്ട് വളർന്നിട്ടുള്ള ആർട്ടിസ്റ്റാണ് ചേച്ചി എന്ന് വെച്ചാൽ അപാര പെർഫോമൻസ് ആണ്, പെർഫോമറാണ്. പ്രത്യേകിച്ച് കോമഡിയും നന്നായിട്ട് ചെയ്യുന്ന ലേഡി ആർട്ടിസ്റ്റുകൾ കോമഡി വഴങ്ങുന്ന ചുരുക്കം ആളുകളിൽ ഒരാളാണ്. അപ്പോൾ അവർ ചേച്ചിയോട് വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടർ വന്നു. ചേച്ചിയെ വിളിച്ചു. ചേച്ചി ആദ്യം ഒന്ന് സംശയം പറഞ്ഞു വേണോ വെച്ചാൽ ഇതൊരു അപാര ക്യാരക്ടർ അല്ല, അതിഭയങ്കരമായ ക്യാരക്ടറോ അല്ലെങ്കിൽ ചേച്ചി അങ്ങനത്തെ ക്യാരക്ടർ അല്ല. അപ്പോൾ അതുകൊണ്ട് ചേച്ചി പറഞ്ഞിട്ട് ഞാൻ വേണോടാ. അപ്പോൾ ചേച്ചി വേണം, ചേച്ചി വന്ന രസമായിരിക്കും എന്നുള്ള രീതിയിൽ വന്ന് അങ്ങനെ വന്നു. അടിപൊളിയായിരുന്നു. ചേച്ചി ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്ന ഒരു ആർട്ടിസ്റ്റ്. ഈ അജു വർഗീസ് ഒക്കെ ആയിട്ടുള്ള സൗഹൃദം ഈ അടികപ്പ്യാരെ കൂട്ടമണിയുടെ ഒരു ടീമുണ്ട്, അത് നിങ്ങൾ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്, കാരണം അതുകൊണ്ടാണ്. പിന്നെ ഉറിയടിയിലും അജു ആയിരുന്നു മെയിൻ ലീഡ് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വൈഫായിട്ടുള്ള മനുഷ്യന്. അപ്പൊ എന്തായാലും ഈ അടികപ്പ്യാരെ കൂട്ടമണി കണ്ട് ആളുകൾക്ക് ഇഷ്ടമായതുപോലെ ഈ സിനിമയും ഒരു വലിയ ഹിറ്റ് ആവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ, എല്ലാവർക്കും അതിന്റെ കോമഡി കിട്ടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.